ഇറാനെ നങ്കുരമിട്ട് കപ്പലിറക്കിയ അമേരിക്കയ്ക്ക് വീണ്ടും ആശങ്കയിലേക്ക് പോവുകയാണ്. വേറൊന്നുമല്ല, ഗൾഫ് രാജ്യങ്ങൾ കൂട്ടമായിട്ട് ഇറാനെ പിന്തുണയ്ക്കുന്നത് കണ്ട് അമേരിക്ക ഒന്ന് വിരണ്ടിട്ടുണ്ട്. UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങളാണ് രംഗത്ത് വന്നിട്ട് തങ്ങൾക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള രീതിയിലും ഇറാനെ ആക്രമിക്കാൻ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നത്. ഇത്തരത്തിൽ ഈ അമേരിക്ക വിരണ്ടോടുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇറാന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു അവസ്ഥ? സമവായത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടോ ഇത്തരം ഗൾഫ് രാജ്യങ്ങൾ വന്നതോടൊപ്പം തന്നെ? രേഷ്മ ഇത് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ അമേരിക്കയുടെ അവസ്ഥ എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത്, അമേരിക്ക ഇപ്പോൾ ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് മുറവിളി കിട്ടിയ കുറേ ആളുകളുണ്ട്. ഒരു യുദ്ധം വരാൻ പോവാണ്, ഇറാൻ തകരാൻ പോവാണ്, ഇറാൻ ഭരണകൂടം മാറാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് ചില വർഗീയ താല്പര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടെ കൊടുക്കുന്ന കുറേ മുറവിളി കൂട്ടിയ ആളുകളുണ്ടായിരുന്നു. ഇവരുടെ അവസ്ഥയാണ് പരിതാപകരം. കാരണം അമേരിക്കയെ സംബന്ധിച്ച്, ട്രംപിനെ നമ്പിനാൽ കുടുങ്ങിപ്പോവും എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതായത് ട്രംപിനെ ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ അവസ്ഥ വല്ലാത്ത കഷ്ടമാണ്. റഷ്യ യുദ്ധത്തിനിറങ്ങിയപ്പോൾ ഉക്രൈനെ മൂപ്പിച്ച് അങ്ങോട്ട് കുറേ ആയുധവും കൊടുത്ത് അങ്ങോട്ട് വിട്ടു. അവസാനം ഉക്രൈൻ്റെ അധോഗതിയാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ ഹമാസിനെ അടിക്കുന്നും പറഞ്ഞ് ഇസ്രായേലിൻ്റെ കയ്യിൽ ആയുധവും കൊടുത്ത് വിട്ട് അവസാനം ഇത്ര കാലമായിട്ടും ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അമേരിക്കയെ പിന്തുണച്ച് അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് കേട്ട് നിന്നവർക്കൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് അധികം പറയുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ട്രംപ് ഈസ് മൈ ഫ്രണ്ട് എന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് കറങ്ങി നടന്ന് ട്രംപിന് വേണ്ടി വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവസാനം ഇപ്പം എന്താ, നമ്മളാണ് ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന മട്ടിലാണ് അമേരിക്ക നമ്മളെ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ട്രംപിൻ്റെ പൊട്ടൻ കളി, വിശ്വാസ്യതയില്ലായ്മ, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു തരത്തിൽ ഒരു വൃത്തികെട്ട മനസ്ഥിതി ഒക്കെയാണ് ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ കാലത്തും ഉറച്ച നിലപാടില്ലാത്ത വ്യക്തി എന്നതിനപ്പുറത്തേക്ക് ചെയ്യുന്നതും പറയുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്താണ് ചെയ്യുക എന്ന് ആർക്കും അറിയില്ല, എന്തിനാണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. അങ്ങനെയുള്ള ഒരുപാട് ട്രംപിൻ്റെ വൈകല്യങ്ങൾ ഒറ്റയടിക്ക് പ്രകടമാകുന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഇറാൻ വിഷയത്തിൽ നമ്മൾ കാണുന്ന കാര്യം. ഇപ്പോൾ ട്രംപിന് ഇപ്പോൾ ഉള്ള ചിന്താഗതി അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ, ആ കപ്പലും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള 3 ചെറു യുദ്ധക്കപ്പലുകളും എപ്പോൾ കടലിൽ താന്നു എന്ന് ചോദിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഇറാൻ്റെ തീരദേശ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞു. ഇറാൻ്റെ ഡ്രോണുകൾ സജ്ജമായതായി വിവരമുണ്ട്, വാർത്തകൾ വന്നിരിക്കുന്നു. അതുപോലെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഈ പറയുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിനെയും ചുറ്റുപാടുമുള്ള യുദ്ധക്കപ്പലുകളെയും ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വരുന്നു. അപ്പോൾ ഈ ഒപ്പമുള്ള യുദ്ധക്കപ്പലുകൾ ഈ USS എബ്രഹാം ലിങ്കൺ എന്ന വലിയ പടക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായാൽ ഷീൽഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്, സംശയമില്ല. പക്ഷേ ഒരു നിശ്ചിത പരിധിയിൽ ഒരു നിശ്ചിത എണ്ണം മിസൈലുകളും ഡ്രോണുകളും മാത്രമേ ഇവർക്ക് തടുക്കാൻ കഴിയൂ. 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഒന്നിച്ചയക്കുന്ന സമീപനമാണ് ഇറാൻ്റേത്. അത് പണ്ട് ഇസ്രായേലിലേക്കുള്ള ആക്രമണത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു ആക്രമണം ഈ കപ്പലിന് നേരെ ഉണ്ടായാൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ഏറ്റുവാങ്ങുക, പൊട്ടിത്തെറിക്കുക, കടലിലേക്ക് മുങ്ങുക എന്നതല്ലാതെ ഈ പറയുന്ന കപ്പലിനും അതിലുള്ളവർക്കും വേറെ വഴി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ കപ്പലിന് നേരെ യാതൊരു തരത്തിലുള്ള ആക്രമണവും നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ കപ്പൽ ആ ഇന്ത്യൻ മഹാസമുദ്ര തീരത്ത് നിലവിലുണ്ട്. അപ്പം ആ സമയം തന്നെ മറ്റെവിടെയെങ്കിലും ഇറാനെതിരെ എന്തെങ്കിലും ചതി ഈ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള, അതായത് രേഷ്മ ചോദിക്കുന്നത്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ കപ്പൽ കൊണ്ടിട്ടിട്ട് എല്ലാ ശ്രദ്ധയും അങ്ങോട്ടേക്ക് കേന്ദ്രീകരിപ്പിക്കുന്നതിനിടയിൽ മറ്റെവിടെ നിന്നെങ്കിലും ഉള്ള ഒരു ആക്രമണം അമേരിക്ക പദ്ധതി ഇടുന്നുകൊണ്ടുള്ളതല്ലേ? അതെ. അതായത് അങ്ങനെയുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. നമുക്കറിയാം, കഴിഞ്ഞ ജൂണിൽ ഇറാനിലേക്ക് ഒരു വലിയ ആക്രമണം നടന്നു. ഇറാനിലേക്ക് അമേരിക്കയുടെ B-2B ബോംബുകൾ അല്ലെങ്കിൽ B-2 ബോംബർ വിമാനങ്ങൾ, സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ എന്ന് പറയുന്ന വലിയ പടുകൂറ്റൻ ഭീമാകാരനായിട്ടുള്ള വിമാനങ്ങൾ 30,000 പൗണ്ട് തൂക്കമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിച്ചുകൊണ്ടുവന്ന് ഇറാനിലേക്ക് നിക്ഷേപിച്ചു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർന്നു എന്ന് അമേരിക്ക അവകാശപ്പെട്ടു. എന്നാൽ തകർന്നത് ആണവ കേന്ദ്രങ്ങളല്ല, തകർത്തിട്ടുമില്ല, ഒരു പാറ പൊട്ടിക്കലാണ് നടന്നത്. ചില പർവ്വതങ്ങൾ തകർന്നു എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇറാനും പറഞ്ഞു. പക്ഷേ അന്ന് അമേരിക്ക ഉപയോഗിച്ച ബോംബുകൾ വലിയ പ്രഹരശേഷിയുള്ളതായിരുന്നു.
30,000 പൗണ്ട് തൂക്കമുള്ള ബോംബ്, അതും 6-8 മീറ്ററുകൾ ഭൂമിക്കടിയിലേക്ക് പോയി പിളരാനുള്ള കഴിവുള്ള ബോംബ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ബോംബുകളല്ല. ഇത് അമേരിക്ക സൂക്ഷിച്ചിരുന്നത് മൗറീഷ്യസിനടുത്തുള്ള ഡീഗോ ഗാർസിയ എന്ന് പറയുന്നൊരു ദ്വീപിലാണ്. ഈ ദ്വീപ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ കപ്പലുകൾ കിടക്കുന്ന പേർഷ്യൻ ഗൾഫ് മേഖലയുടെ ഏകദേശം വിപരീത സൈഡിലായിട്ട് വരും, അപ്പുറത്തെ സൈഡായിട്ട് വരും. അപ്പോൾ എല്ലാ ശ്രദ്ധയും ഇങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇറാൻ്റെ ഡ്രോണുകൾ ഇങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കുന്നു, മിസൈലുകൾ ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നു, ഇറാൻ്റെ യുദ്ധമേഖല മുഴുവൻ ഇവിടേക്ക് ശ്രദ്ധിക്കുന്നു, ലോകം മുഴുവൻ ഇവിടേക്ക് ശ്രദ്ധിക്കുന്നു. ഈ ഘട്ടത്തിൽ മറുവശത്ത് നിന്ന് ഈ B-2 ബോംബർ വിമാനങ്ങളടക്കം ഉപയോഗിച്ച് ഡീഗോ ഗാർസിയ ദ്വീപിൽ നിന്ന് ഒരു പെട്ടെന്നുള്ളൊരു ആക്രമണത്തിന് അമേരിക്ക പദ്ധതി ഇടുന്നുണ്ടോ എന്ന സംശയം ഇപ്പോൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ വിവരം എടുത്തത്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ശ്രദ്ധ മുഴുവൻ കൊണ്ടുവന്നിട്ട് ആ ഗ്യാപ്പിൽ പിന്നിലൂടെ പണിയുക എന്നുള്ള ഒരു കുതന്ത്രം ഇതിന് പിന്നിലുണ്ടോ? അങ്ങനെ ഒരു ആക്രമണം പൊടുന്നതിന് ഇറാനിലേക്ക് ഉണ്ടായാൽ പിന്നെ ഇറാൻ കഴിഞ്ഞു. അതായത് അത്രയും പ്രഹരശേഷിയുള്ള ബോംബുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു തിരിച്ചടിക്ക് പോലും ചിലപ്പോൾ അവർക്ക് സാധ്യത കിട്ടാത്ത രീതിയിലേക്ക് ഒരു വലിയ നീക്കം നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നൊരു അനാലിസിസ്. ആ ബോംബ് വീണാൽ ഇറാൻ തീർന്നു എന്ന് പറയുന്നത് ഞാനല്ല, ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടത്തുന്നവർ പറയുന്നൊരു പോയിൻ്റാണ്. അതായത് അമേരിക്ക അങ്ങനെ B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ നിക്ഷേപിച്ചാൽ അത് ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലായിരിക്കും നിക്ഷേപിക്കുക. അങ്ങനെ നിക്ഷേപിച്ചാൽ പിന്നെ ഇറാൻ ബാക്കി കാണില്ല. അതോടുകൂടി യുദ്ധം മുഴുവനും തീരും, ഇറാനും തീരും, ഭൗമശാസ്ത്രപരമായി പോലും ഇറാൻ തീരും, വലിയ നാശനഷ്ടങ്ങൾ ഇറാനിൽ ഉണ്ടാകുമെന്നൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ചർച്ചകൾ. അത്തരം നീക്കങ്ങളിലേക്ക് തീരുവോ ഇറാൻ? അല്ല, ഇത് ഞാൻ ഇപ്പം നടക്കുന്ന ചർച്ചകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്കങ്ങനെ അഭിപ്രായമില്ല. കാരണം ബുദ്ധി ഉണ്ടെങ്കിൽ അമേരിക്ക ആക്രമിക്കാതെ ഇത് നയപരമായൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോയി അമേരിക്ക ഇറാനുമായി ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നമില്ലാതെ തലയൂരുക, തടി കഴിച്ചിലാക്കുക എന്ന് പറയും, അങ്ങനെ ഒരു നീക്കം നടത്താനാണ് സാധ്യത. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം, ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഇതിനു മുമ്പും ഉപയോഗിച്ചിട്ടുണ്ട് ഇറാനിലേക്ക്, ജൂണിൽ ഉപയോഗിച്ചതാണ്, എന്നിട്ടും ഇറാന് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഒന്നുകൂടി, അപ്പോൾ ഇറാനിലേക്ക് അമേരിക്ക ആക്രമണം നടത്തുന്നതിൻ്റെ കാരണം നമുക്കറിയാം, അവിടെ ആണവ പരീക്ഷണം നടക്കുന്നു. അതുപോലെ ഇറാൻ തദ്ദേശീയമായിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്നു. അവരുടെ ലക്ഷ്യം ഇസ്രായേലാണ്. അതാണ് അമേരിക്ക ഉയർത്തുന്ന കൺസേൺ. അപ്പോൾ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്ന വിധത്തിൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഒന്നുകൂടി പ്രയോഗിച്ച് ആണവ കേന്ദ്രങ്ങൾ തകർന്നു എന്ന് ഉറപ്പ് വന്നാൽ ഈ പ്രശ്നം കഴിയും എന്നാണ് അമേരിക്ക കരുതുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രശ്നം തീർന്നു. പക്ഷെ അവിടെ പിന്നെ ഇറാൻ്റെ പ്രശ്നം തുടങ്ങുകയാണ്. ഞങ്ങളുടെ അതിർത്തിയിലേക്ക് കയറി, ഞങ്ങളുടെ പരമാധികാരത്തിൽ കൈകടത്തി, ഞങ്ങളുടെ രാജ്യത്ത് ബോംബ് പൊട്ടിച്ചിട്ട് നിങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ പോകണ്ട എന്ന് പറഞ്ഞ് പിന്നെ ഇറാൻ അങ്ങോട്ട് തിരിച്ചടിക്കും. അതാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്ന കാര്യം. ഈ അറബ് രാജ്യങ്ങൾ ഇറാനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇറാനെ ആക്രമിക്കരുത് എന്ന് പറയുന്നത്, മറിച്ച് അങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്ന് കത്തും എന്ന പേടിയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇറാൻ തീരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇറാനെ തീർക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അമേരിക്ക പലതവണ ശ്രമിച്ചു, നടന്നിട്ടില്ല. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള കാഹളം ഉയർത്തുന്നു. പക്ഷേ അതുപോലും മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയ്ക്ക്. ഇപ്പോഴും അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ തെക്ക് വടക്ക് നടക്കുകയാണ് ഈ പേർഷ്യൻ കടലിൽ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. അതൊരു ദയനീയമായ അവസ്ഥയാണ്. അമേരിക്കയുടെ ഈ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്ത് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ രംഗത്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇറാനെ പിന്തുണച്ച് രംഗത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലർക്കും വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. കാരണം എപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് എപ്പോഴും ഇറാൻ നമ്മുടെ സൗഹൃദ രാഷ്ട്രമാണ്. ഇറാനിൽ ഇന്ത്യ നിർമ്മിച്ചൊരു തുറമുഖമുണ്ട്, ഷഹർബാദ് തുറമുഖം എന്നാണ് അതിൻ്റെ പേര്. അവിടെ നിന്ന് മധ്യ ഏഷ്യയിലേക്കൊക്കെ ഒരുപാട് ചരക്ക് ഗതാഗതം നടക്കുന്നതാണ്. ഇന്ത്യയുടെ ചരക്കുകൾ വ്യാപകമായി പോകുന്ന റൂട്ടാണത്. അതുമാത്രമല്ല, ഇറാനോട് വലിയ സ്നേഹം ഇന്ത്യക്ക്, കടപ്പാട് ഇന്ത്യക്കുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് തിരിച്ചടിക്കാൻ പോയപ്പോൾ സർവ്വ പിന്തുണയും നൽകിയ രാജ്യമാണ് ഇറാൻ. ഇന്ത്യക്ക് ഏതറ്റം വരെയും പോകാൻ എന്ത് പിന്തുണയും ഇറാൻ എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു, ഇന്ത്യക്കൊപ്പം നിന്നിരുന്നു. അന്ന് അമേരിക്ക ചെയ്തത് എന്താണ്? ഇന്ത്യയുമായി അതുവരെ ചങ്ങാത്തത്തിലാണെന്ന് പറഞ്ഞ അമേരിക്ക ആ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നടപടിയാണ് സ്വീകരിച്ചത്. അന്നും ഇറാൻ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. പാകിസ്ഥാനെ തള്ളിപ്പറയാൻ ഇറാൻ തയ്യാറായിരുന്നു. അമേരിക്ക അത് ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി എന്നതിൻ്റെ പേരിൽ, നമുക്ക് കുറഞ്ഞ നിരക്കിൽ എണ്ണ കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്, അതിൻ്റെ പേരിൽ റഷ്യയെ ഉപരോധിച്ചിട്ടുണ്ട് അമേരിക്ക. അതുകൊണ്ട് ഇന്ത്യക്കും ഉപരോധം തരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തീരുവ വർദ്ധിപ്പിച്ച് നമ്മളെ കുരുക്കാൻ നോക്കിയവരാണ് അമേരിക്ക. അപ്പോൾ ആ അമേരിക്കയെ എന്തിനാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നത്? നേരെ മറിച്ച് ഇറാൻ എല്ലാ കാലത്തും നമ്മളെ കൈയച്ച് സഹായിച്ചിട്ടുണ്ട്. റഷ്യ നമ്മുടെ സൗഹൃദ രാഷ്ട്രമാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നയം. അപ്പോൾ ഈ വിഷയം, അതായത് ഈ ഇറാൻ്റെ ആഭ്യന്തര കലാപം ഐക്യരാഷ്ട്ര സംഘടനയിൽ അവിടുത്തെ മനുഷ്യാവകാശ സെഷനിൽ വന്നു. അവിടെ ഒരു പ്രമേയം പാസ്സാക്കി, ഇറാൻ പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്നത് നിർത്തണം, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഐക്യരാഷ്ട്ര സംഘടനയിൽ അങ്ങനെ ഒരു പ്രമേയം വന്നപ്പോൾ ഇന്ത്യ അതിനെതിരെ വോട്ട് ചെയ്തു. അതായത് ഇറാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഞങ്ങൾ പറയില്ല. ഇറാനുള്ളിലെ രാജ്യവിരുദ്ധരെ, ഇറാനുള്ളിൽ നിന്നുകൊണ്ട് ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്ന വിധ്വംസക ശക്തികളെ ഇറാൻ അടിച്ചമർത്തുന്നതിനെതിരെ നടപടിയെടുക്കണമെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഇന്ത്യ പറഞ്ഞു. ഇന്ത്യ മാത്രമല്ല, ഇറാനെ പിന്തുണച്ച് ചൈനയും റഷ്യയും രംഗത്ത് വന്നു. അതായത് ഈ ലോകത്ത് ഒരു പുതിയ ശാക്തിക ചേരി ഉണ്ടാവുകയാണ്. പണ്ട് സോവിയറ്റ് റഷ്യയും അമേരിക്കയും, സോവിയറ്റ് റഷ്യ എന്ന് വെച്ചാൽ USSR, ആ സോവിയറ്റ് റഷ്യയും അമേരിക്കൻ ചേരിയും നാറ്റോ സഖ്യവും തമ്മിൽ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അറിയാം, എപ്പോഴും ഒരു പോരുണ്ടായിരുന്നു. ഒരു അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ പശ്ചിമേഷ്യയിൽ ഒരു വലിയ ടീമുണ്ടായിരുന്നു സോവിയറ്റ് റഷ്യയുടെ നേതൃത്വത്തിൽ. അതിനുശേഷം സോവിയറ്റ് റഷ്യ തകർന്നു, അമേരിക്ക ലോകം കീഴടക്കുന്ന നിലയിലേക്ക്, സാമ്രാജ്യത്വമാണ് എല്ലാം എന്ന നിലയിലേക്ക് ലോക പോലീസായി, അറബ് രാജ്യങ്ങളിൽ അധിനിവേശം നടത്തി, ഈ സദ്ദാം ഹുസൈനെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, സദ്ദാം ഹുസൈൻ്റെ ഇറാഖല്ല ഖാംനയുടെ ഇറാൻ എന്നുള്ളതാണ്. അവിടെ പോയിട്ട് സാമ്രാജ്യത്വം കളിക്കാൻ നിന്നാൽ പണി കിട്ടുമെന്നുള്ളത് അമേരിക്ക നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു ശാക്തിക ചേരി ഒരു കാലത്ത് അമേരിക്കയ്ക്കെതിരെ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്നു. ആ ചേരി ഇല്ലാതാക്കിയതും അതിനുശേഷം പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളെ ഒക്കെ തമ്മിൽ ഭിന്നിപ്പിച്ചതും ഇസ്രായേലിനെ പ്രോക്സി രാജ്യമാക്കി അമേരിക്ക കൂടെ കൂട്ടിയതുമൊക്കെ ഒരിക്കലും തങ്ങൾക്കെതിരെ ഒരു ഏകീകരണം ഉണ്ടാകരുത് പശ്ചിമേഷ്യയിൽ ലോകത്തെവിടെയും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ അമേരിക്കയുടെ ആ ലക്ഷ്യം തകരുന്ന വിധത്തിലേക്ക് ഇന്ത്യയും ഇറാനും ചൈനയും റഷ്യയും ഒക്കെ ചേരുന്ന ലോകശക്തികൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇറാൻ ശക്തിയിൽ, ആയുധശക്തിയിൽ ഒട്ടും പുറകിലല്ല. റഷ്യയുടെ ടെക്നോളജി, ചൈനയുടെ എന്താ പറയുക, വിപ്ലവകരമായിട്ടുള്ള കണ്ടെത്തലുകൾ, ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തി. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ അതൊരു വലിയ ശക്തിയാണ്. അപ്പോൾ ഒരു വശത്ത് ഇറാന് അനുകൂലമായി ഇന്ത്യ നിലപാടെടുക്കുമ്പോൾ തന്നെ മറുവശത്ത് യൂറോപ്യൻ യൂണിയനുമായി അമേരിക്കയ്ക്കെതിരെ ഒരു വ്യാപാര കരാറും ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി കിട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യുദ്ധ അന്തരീക്ഷത്തിന്റെ ഭാവി എന്താവും? ഇതിന് ഭാവി എന്ന് പറഞ്ഞാൽ രേഷ്മ, ഇതിന് വലിയ ഭാവിയും ഭൂതവും വർത്തമാനമൊന്നുമില്ല. ട്രംപ് പിന്തിരിഞ്ഞ് ഓടുകയാണെങ്കിൽ അയാളുടെ കപ്പലും കാര്യങ്ങളൊക്കെ അയാൾക്ക് കഴിച്ചിലാക്കാം. അപ്പോൾ ഇനി അവിടെ നിന്നിട്ട് ട്രംപ് വെല്ലുവിളികൾ തുടരുകയാണ്, ഇറാനെ ഇപ്പോൾ തീർക്കും, തകർക്കും, നിങ്ങൾ കീഴടങ്ങണമെന്നൊക്കെ പറയുകയാണെങ്കിൽ അമേരിക്കയുടെ കാര്യം കട്ടപ്പുകയാവുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. കാരണം ഒരൊറ്റ അടി കിട്ടിയാൽ അമേരിക്കയുടെ പടക്കപ്പലൊക്കെ വെള്ളത്തിൽ മുങ്ങും. അത് എത്ര കോടിയാണ് അതിൻ്റെ മൂല്യം, എത്ര ബില്യൺ ട്രില്യൺ കോടിയാണ് അതിലുള്ള യുദ്ധസന്നാഹങ്ങളുടെ മൂല്യം എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. കാരണം അത്രയും വിലമതിക്കാനാവാത്ത സ്വത്താണ് അമേരിക്കയുടെ വാർഷിപ്പുകൾ എന്ന് പറയുന്നത്. 90 യുദ്ധവിമാനങ്ങൾ അതിനകത്ത് തന്നെയുണ്ട്. അതുപോലെ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ക്യാമ്പുകൾ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ, ഇവിടേക്കൊക്കെ ഇറാൻ അടിക്കാൻ തുടങ്ങിയാൽ അമേരിക്കയ്ക്ക് വലിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നാശനഷ്ടം ഉണ്ടാവും. എന്ന് മാത്രമല്ല, ട്രംപ് ഇപ്പോൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത പ്രസിഡന്റ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ പലതും, ന്യൂയോർക്ക് ടൈംസും മറ്റു പല മാധ്യമങ്ങളും ട്രംപിനെതിരെ വിശേഷിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതിന് വലിയ ഭൂതവും ഭാവിയൊന്നുമില്ല. ട്രംപ് എത്രയും പെട്ടെന്ന് ഈ കപ്പലുകളുമായിട്ട് തിരിച്ചു പോയാൽ സംഘർഷം ഒഴിയും, പ്രശ്നങ്ങളില്ലാതെ പശ്ചിമേഷ്യയും ലോകവും മുന്നോട്ട് പോകും. അല്ല, ഞാൻ വലിയ സംഭവമാണെന്ന് തെളിയിക്കാൻ വെനസ്വേലയിൽ നടത്തിയ പോലത്തേക്ക് പണി ഇറാനിലേക്ക് നടത്താനാണ് തീരുമാനമെങ്കിൽ ട്രംപ് വിവരമറിയും, അമേരിക്ക വിവരമറിയും, അത് ലോകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. രേഷ്മ.